കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ സ്നേഹത്തിന്റെയും ഒത്തുചേരലിന്റെയും പ്രതീകമായിരുന്നു അച്ഛനും അമ്മയും ഒന്നോ രണ്ടോ മക്കളും അടങ്ങുന്ന കുടുംബങ്ങൾ. കുന്നിൻ ചെരുവിലും വയൽ വരമ്പുകളിലും തീരദേശത്തും തല ഉയർത്തി നിന്നിരുന്ന ഓരോ വീടും ഒരു കാലഘട്ടത്തിന്റെ കഥ പറഞ്ഞു. എന്നാൽ ഇന്ന് കേരളത്തിന്റെ ഭവനങ്ങൾ സാവധാനം നിശബ്ദമാവുകയാണ്. കുട്ടികളുടെ ചിരിയും ഓട്ടവും മാതാപിതാക്കളുടെ നിർബന്ധ ബുദ്ധിയുമുള്ള വാത്സല്യവും കൊണ്ട് നിറഞ്ഞ വീടുകൾ ഇന്ന് ഏകാന്തതയുടെ വലിയ കൂടാരങ്ങളായി മാറുകയാണ്. ഒരു കാലത്ത് കേരളത്തിന്റെ സ്വത്തായിരുന്ന കുടുംബ ബന്ധങ്ങൾ പുതിയ ലോകക്രമത്തിൽ അറ്റുപോവുകയാണോ? ഈ ചോദ്യം ഓരോ പ്രവാസി മലയാളിയുടെയും നാട്ടിൽ ഒറ്റപ്പെടുന്ന മാതാപിതാക്കളുടെയും ഉറക്കം കെടുത്തുന്നു. ഇന്നത്തെ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്നത് പ്രാദേശികമായ ഒരു ആവശ്യകതയല്ല, മറിച്ച് ആഗോള പൗരനായി മാറാനുള്ള പാസ്പോർട്ടാണ്. എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, IT മേഖലകളിലെ ഉന്നത പഠനത്തിനായും തുടർന്ന് മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിനായുമുള്ള തീവ്രമായ ആഗ്രഹം കേരളത്തിലെ യുവാക്കളെ കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് ആകർഷിക്കുന്നു. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് മേഖല എന്നിവിടങ്ങളിലേക്ക് അവർ പറിച്ചു നടപ്പെടുന്നു. ഇതിലേറ്റവും ശ്രദ്ധേയമായ മാറ്റം 90കളിലെയും 2000ങ്ങളിലെയും പോലെയല്ല ഇന്നത്തെ കുടിയേറ്റം എന്നതാണ്. അന്നത്തെ പ്രവാസികൾ ഒരു തിരിച്ചുവരവ് സ്വപ്നം കണ്ടിരുന്നു. നാട്ടിൽ വീട് പണിയുക, കടം വീട്ടുക, മക്കളെ പഠിപ്പിക്കുക, ശേഷം തിരികെ വന്ന് വിശ്രമ ജീവിതം നയിക്കുക, അതായിരുന്നു രീതി. എന്നാൽ ഇന്നത്തെ യുവ പ്രൊഫഷണലുകൾക്ക് അങ്ങനെയൊരു തിരിച്ചുവരവ് പ്ലാൻ ഇല്ല. അവർ പോകുന്നത് തങ്ങളുടെ സ്ഥിരമായ ജീവിതവും കരിയറും കെട്ടിപ്പടുക്കാനാണ്. ഇതൊരു ട്രാൻസിറ്റ് മൈഗ്രേഷൻ അല്ല, മറിച്ച് പെർമനന്റ് മൈഗ്രേഷൻ ആണ്. ഒരു വീട്ടിലെ ഒരൊറ്റ കുട്ടിയാണെങ്കിൽ പോലും അവർ വിദേശത്ത് സ്ഥിരതാമസമാക്കുമ്പോൾ നാട്ടിലെ വീട് എന്നത് പ്രായമായ മാതാപിതാക്കൾക്ക് മാത്രമുള്ള താൽക്കാലിക താവളമായി മാറുന്നു. ഈ കുടിയേറ്റത്തിൻ്റെ ഏറ്റവും വലിയ സാമൂഹിക പ്രത്യാഘാതം നേരിടുന്നത് നാട്ടിലെ പ്രായമായ മാതാപിതാക്കളാണ്. പലപ്പോഴും 60കളിലും 70കളിലും എത്തിയ ഇവർ മക്കളുടെ കല്യാണം കഴിഞ്ഞ ഉടനെയോ പേരക്കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് മുൻപോ ഒക്കെ ഒറ്റപ്പെടുന്നു. ഒരു കാലത്ത് നമ്മുടെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞിരുന്ന വലിയ വീടുകൾ ഇപ്പോൾ മാതാപിതാക്കൾക്ക് ഏകാന്തതയുടെ കൂറ്റൻ ഭാരമായി മാറുകയാണ്. മുറ്റത്തെ കള പറിക്കാനോ ചുമരിലെ പൂപ്പല് പായലൊക്കെ കഴുകി കളയാനോ ഒരസുഖം വന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ പോലും ആരുമില്ലാത്ത അവസ്ഥയാണ്. ഫോൺ വിളികൾക്ക് പരിധികളുണ്ട്, എന്നാൽ നേരിട്ടുള്ള സാമീപ്യത്തിന് പകരമാകില്ല അത്. ഇവിടെയാണ് സാമൂഹിക സുരക്ഷാ വലയം അനിവാര്യമായി വരുന്നത്. വീട്ടുജോലിക്കും ഭക്ഷണം പാചകം ചെയ്യുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ആളുകളെ ആശ്രയിക്കേണ്ടി വരുന്നത് വലിയൊരു സാമ്പത്തിക ബാധ്യതയും സുരക്ഷാ ആശങ്കയുമാണ് ഉയർത്തുന്നത്. ഹൃദയാഘാതം, തലകറക്കം പോലുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉടൻ സഹായം എത്തിക്കാൻ കഴിയാതെ പോകുന്ന സംഭവങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇത് വ്യക്തിപരമായ ദുരന്തത്തിനപ്പുറം കേരളത്തിന്റെ പൊതുജന ആരോഗ്യ സംവിധാനത്തിന്മേലുള്ള വലിയൊരു വെല്ലുവിളിയാണ്. വിദേശത്ത് സ്ഥിരതാമസമാക്കിയ മക്കൾക്ക് വേണ്ടി ലക്ഷങ്ങളും കോടികളും മുടക്കി മാതാപിതാക്കൾ നാട്ടിൽ പണിത നാലുകെട്ടുകളും ബംഗ്ലാവുകളും ഒക്കെ ഇന്ന് ആളനക്കമില്ലാതെ കിടക്കുന്നത് കേരളത്തിന്റെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇത് കേവലം വികാരപരമായ ഒരു നഷ്ടമല്ല, മറിച്ച് ഭീമമായ പരിപാലന ചെലവുണ്ടാക്കുന്ന ഒരു ബാധ്യതയാണ്. ആളില്ലാത്ത ഈ വീടുകൾക്ക് പോലും കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ടാക്സ്, മഴയിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നവീകരണങ്ങൾ, വൃത്തിയാക്കൽ തുടങ്ങിയ ഇനങ്ങളിലൊക്കെ ഭീമമായ തുക ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഈ ചെലവുകൾ വഹിക്കാൻ മാതാപിതാക്കൾക്ക് പ്രായമായതുകൊണ്ട് കഴിയാതെ വരികയും വിദേശത്തുള്ള മക്കൾക്ക് സ്വന്തം ജീവിത ചെലവുകൾക്കിടയിൽ ഇത് അധിക ബാധ്യതയായി മാറുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി മക്കൾ നാട്ടിലേക്ക് മടങ്ങി വരില്ല എന്ന് ഉറപ്പാകുമ്പോൾ മാതാപിതാക്കൾ ഈ വീടുകൾ വിറ്റ് അപ്പാർട്ട്മെന്റുകളിലേക്ക് മാറാനോ മക്കളുടെ അടുത്തേക്ക് പോകാനോ ഒക്കെ ശ്രമിക്കും. എന്നാൽ കേരളത്തിലെ പല ഗ്രാമപ്രദേശങ്ങളിലും വിൽപ്പനയ്ക്ക് വെച്ച നിരവധി വീടുകൾക്ക് ആവശ്യക്കാരില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇത് റിയൽ എസ്റ്റേറ്റ് മൂല്യത്തകർച്ചയ്ക്ക് കാരണമാവുകയും വലിയ വീടുകൾ വിൽക്കാൻ കഴിയാത്തതിനാൽ വിപണിയിൽ പണലഭ്യത പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഈ പ്രതിഭാസം പുതിയതല്ല, ഒരു ചരിത്രപരമായ ആവർത്തനമാണ്. 1950കളിലും 60കളിലും തിരുവിതാംകൂർ മേഖലകളിൽ നിന്നും ഉയർന്ന ജീവിത നിലവാരം തേടി ഇടുക്കിയിലേക്കും വയനാട്ടിലേക്കും മലബാറിലേക്കും കുടിയേറിയവരുടെ രണ്ടാം തലമുറ ഇന്ന് സമാനമായ പ്രതിസന്ധിയിലാണ്. അന്ന് കിഴക്കൻ മലകളിലേക്ക് കുടിയേറിയ കർഷകരുടെ മക്കൾ ഇന്ന് ആ തോട്ടങ്ങളും കൃഷിയിടങ്ങളും വിട്ട് യൂറോപ്പിലേക്ക് കുടിയേറുന്നു. വലിയ കഷ്ടപ്പാടുകളിലൂടെ നേടിയെടുത്ത ഭൂമി ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടും വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയാണ്. അന്നത്തെ കുടിയേറ്റം ഒരു ആഭ്യന്തര കുടിയേറ്റമായിരുന്നെങ്കിൽ ഇന്നത്തേത് അന്താരാഷ്ട്ര കുടിയേറ്റമാണ്. അന്നത്തെ മക്കൾ അടുത്ത സംസ്ഥാനത്തായിരുന്നെങ്കിൽ ഇന്നത്തെ മക്കൾ മറ്റൊരു ഭൂഖണ്ഡത്തിലാണ്. ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകാനുള്ള സാധ്യത കുറവായതിനാൽ ഈ വീടുകൾ ഭാവിയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട ഭൂമിയായി മാറാൻ സാധ്യതയുണ്ട്. ലക്ഷക്കണക്കിന് വീടുകൾ ആളൊഴിഞ്ഞു കിടക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്ന സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധിയെ അതിജീവിക്കാൻ കേരളം സമൂഹാധിഷ്ഠിത പരിരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. പ്രാദേശിക തലത്തിൽ
വോളണ്ടിയർ സംവിധാനങ്ങളും കമ്മ്യൂണിറ്റി കെയർ സെന്ററുകളും സ്ഥാപിച്ച് പ്രായമായവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുകയും ഹോം നഴ്സിംഗ്, പാലിയേറ്റീവ് കെയർ സൗകര്യങ്ങൾ വിപുലീകരിക്കുകയും ചെയ്യണം. രണ്ടാമതായി, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നത് മക്കൾക്ക് ആശ്വാസകരമാകും. റിമോട്ട് ഹെൽത്ത് മോണിറ്ററിംഗ് ഉപകരണങ്ങളും എമർജൻസി അലർട്ട് സിസ്റ്റങ്ങളും വീടുകളിൽ സ്ഥാപിക്കുന്നത് ഇതിൽ പ്രധാനമാണ്. ഈ പ്രതിസന്ധിക്കുള്ള സാമ്പത്തിക പരിഹാരം എന്ന നിലയിൽ ആളനക്കമില്ലാത്ത ഈ വലിയ ഭവനങ്ങൾ പുനരുപയോഗത്തിനായി പ്രോത്സാഹിപ്പിക്കണം. ഇവയെ ചെറിയ വാടക വീടുകളായോ വായനശാലകളായോ കമ്മ്യൂണിറ്റി സെന്ററുകളായോ അല്ലെങ്കിൽ ഹോം സ്റ്റേകളായോ മാറ്റുന്നത് സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനൊപ്പം വീടിന് ഒരു സാമൂഹിക മൂല്യം കിട്ടുകയും ചെയ്യും. അവസാനമായി, രാഷ്ട്രീയപരമായ ഇടപെടലുകൾ അനിവാര്യമാണ് എന്നുള്ളതാണ്. വിദേശ മലയാളികളുടെ നിക്ഷേപം ആകർഷിക്കുന്നതിനൊപ്പം നാട്ടിൽ തിരിച്ചെത്തി ബിസിനസ് തുടങ്ങുന്നവർക്ക് പ്രത്യേക പ്രോത്സാഹനങ്ങൾ നൽകുന്നതിനും സീനിയർ സിറ്റിസൺ കെയർ പോളിസികൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നതിനും സർക്കാർ തയ്യാറാകണം. കേരളം ഇന്ന് ലോകത്തിന് മുന്നിൽ തുറന്ന ഒരു വാതിലാണ്. ആഗോളതലത്തിൽ വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും മലയാളികൾ മുന്നേറുമ്പോൾ നാട്ടിലെ സാമൂഹിക ഘടനയിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകുന്നു. ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കൾ എന്നത് വെറും ഒരു വൈകാരിക പ്രശ്നം മാത്രമല്ല, അത് കേരളത്തിന്റെ ജനസംഖ്യാപരമായ മാറ്റത്തിന്റെ ഒരു സൂചനയാണ്. വലിയ വീടുകൾ ഉപേക്ഷിച്ച് അനാഥമാകുന്ന ഈ ഭവനങ്ങൾ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. പുതിയൊരു സാമൂഹിക ക്രമത്തിലേക്ക് കേരളം മാറുമ്പോൾ ഓരോ പൗരനും ഓരോ ഭരണകൂടവും ഈ നിശബ്ദമാകുന്ന ഭവനങ്ങളെ എങ്ങനെ സംരക്ഷിക്കുമെന്നതിലാണ് ഇനി നമ്മുടെ ഭാവി. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയാതെ നിർത്താനാകില്ല. കേരളത്തിന്റെ ജനസംഖ്യാ വാർദ്ധക്യം വളരെ വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം മക്കളുടെ കുടിയേറ്റം ചേരുമ്പോൾ ശാരീരികമായ ഒറ്റപ്പെടലിനപ്പുറം പ്രായമായ മാതാപിതാക്കൾ നേരിടുന്നത് ഗുരുതരമായ മാനസികാരോഗ്യ പ്രതിസന്ധിയാണ്. എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം എന്നത് കുട്ടികൾ വീട് വിട്ടു പോകുമ്പോൾ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ദുഃഖവും നഷ്ടബോധവുമാണ്. എന്നാൽ കേരളത്തിലെ ഈ സാഹചര്യത്തിൽ ഇത് കൂടുതൽ തീവ്രമാണ്. കാരണം മക്കൾ തൊട്ടടുത്ത നഗരത്തിലല്ല, മറിച്ച് തിരിച്ചുവരവ് ഉറപ്പില്ലാത്ത മറ്റ് ഭൂഖണ്ഡങ്ങളിലാണ് താമസിക്കുന്നത്. പ്രായമായ മാതാപിതാക്കളുടെ ജീവിതം പലപ്പോഴും മക്കളെ കേന്ദ്രീകരിച്ചായിരിക്കും. അവരുടെ വിദ്യാഭ്യാസം, വിവാഹം, പേരക്കുട്ടികൾ ഇതായിരുന്നു അവരുടെ ലോകം. ഈ കേന്ദ്രബിന്ദു പെട്ടെന്ന് അപ്രത്യക്ഷമാകുമ്പോൾ അവരുടെ ജീവിതത്തിന് ഒരു ഉദ്ദേശരാഹിത്യം അനുഭവപ്പെടും. രാവിലെ എഴുന്നേൽക്കുന്നത് ആർക്കു വേണ്ടി, പാചകം ചെയ്യുന്നത് ആർക്കു വേണ്ടി, ഉച്ചത്തിലുള്ള ഒരു സംസാരത്തിന് പോലും ആളില്ലാത്ത അവസ്ഥ. ഇത് അവരുടെ ദൈനംദിന ചിട്ടകളെയും താളം തെറ്റിക്കുന്നു. ക്രമേണ ഈ ഏകാന്തത ക്ലിനിക്കൽ വിഷാദ രോഗത്തിലേക്കും ഉത്കണ്ഠാ രോഗങ്ങളിലേക്കുമൊക്കെ വഴിമാറാം. സാങ്കേതിക വിദ്യ വിദേശ മലയാളികളെയും നാട്ടിലെ മാതാപിതാക്കളെയും ബന്ധിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ ബന്ധം പലപ്പോഴും ഒരു ഇരട്ടത്തലയുള്ള വാളാണ്. മക്കളെ ദിവസവും വീഡിയോ കോളിൽ കാണുമ്പോൾ അവർ തങ്ങളിൽ നിന്ന് എത്രമാത്രം അകലെയാണെന്നും തങ്ങളുടെ ജീവിതം എത്രമാത്രം മുന്നോട്ട് പോയിരിക്കുന്നു എന്നും മാതാപിതാക്കൾക്ക് ബോധ്യമാകും. പേരക്കുട്ടികൾ മലയാളം സംസാരിക്കാത്തതും തങ്ങളുടെ സംസ്കാരത്തിൽ നിന്ന് അകന്നു പോകുന്നതും കാണുമ്പോൾ അവർക്ക് വലിയ മാനസിക വേദന അനുഭവപ്പെടാറുണ്ട്. മുൻപ് മക്കളെ ഉപദേശിച്ചിരുന്ന മാതാപിതാക്കൾ ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾക്കും മറ്റ് ദൈനംദിന ആവശ്യങ്ങൾക്കും മക്കളെ അമിതമായി ആശ്രയിക്കുന്നു. ഈ അമിത ആശ്രിതത്വം അവരുടെ ആത്മാഭിമാനത്തെ ബാധിക്കാനും വിഷാദത്തിന് കാരണമാകാനും സാധ്യതയുണ്ട്. കേരളീയ സമൂഹം ഇപ്പോഴും മാനസികാരോഗ്യ പ്രശ്നങ്ങളെ ഒരു കളങ്കമായി, ഒരു സ്റ്റിഗ്മയായി കാണുന്നു. പ്രായമായവർ തങ്ങൾക്ക് വിഷാദമുണ്ടെന്നോ സങ്കടമുണ്ടെന്നോ എന്നും പുറത്തു പറയില്ല. പ്രവാസികളായ മക്കളുള്ള പ്രായമായ മാതാപിതാക്കളിൽ പലപ്പോഴും വിഷാദത്തിന്റെ ലക്ഷണങ്ങൾ മറഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ വയസ്സായതിന്റെ ഭാഗമായി തെറ്റിദ്ധരിക്കപ്പെടുകയോ ചെയ്യാറുണ്ട്. ശാരീരിക വേദനകൾ വിഷാദത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ, വ്യക്തമല്ലാത്ത ശരീരവേദനകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ അയൽക്കാരുമായോ ബന്ധുക്കളുമായോ ഉള്ള ബന്ധം കുറയ്ക്കുക, പൊതുചടങ്ങുകൾക്ക് പങ്കെടുക്കാതിരിക്കുക തുടങ്ങിയ സാമൂഹിക പിന്മാറ്റം ഇവർ പ്രകടിപ്പിക്കാം. മക്കൾ തിരികെ വരണമെന്ന് ആവർത്തിച്ച് നിർബന്ധം പിടിക്കുകയോ അനാവശ്യ കാര്യങ്ങൾക്ക് മക്കളെ നിരന്തരം വിളിക്കുകയോ ചെയ്യുന്ന രൂപത്തിലുള്ള വർദ്ധിച്ച വാത്സല്യവും നിർബന്ധ ബുദ്ധിയും അത് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളെല്ലാം കേവലം പ്രായമായതിൻ്റെ ഭാഗമാണ് എന്ന് കരുതി അവഗണിക്കരുത്. അത് അവഗണിക്കുന്നത് അവരുടെ മാനസിക ആരോഗ്യ പ്രശ്നം കൂടുതൽ ഗുരുതരമാക്കാനിടയാക്കും. മക്കൾ വിദേശത്തായിരിക്കുമ്പോൾ നാട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന മാതാപിതാക്കളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിന് കൂട്ടായ ശ്രമങ്ങൾ അനിവാര്യമാണ്. പ്രാഥമികമായി മാനസികാരോഗ്യ കൗൺസിലിംഗ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം. ഇതിനായി പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വഴിയും കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങൾ വഴിയും പ്രായമായവർക്ക് സൗജന്യ കൗൺസിലിംഗും സപ്പോർട്ട് ഗ്രൂപ്പുകളും ലഭ്യമാക്കണം. രണ്ടാമതായി, സജീവമായ വാർദ്ധക്യം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഹോബികൾ വളർത്താൻ പ്രോത്സാഹിപ്പിക്കുകയും വായനശാലകളും പകൽ വീടുകളും ആത്മീയ കൂട്ടായ്മകളും ഒക്കെ അങ്ങനെയൊക്കെ അവരെ സജീവമാക്കുകയും വേണം.
ഈ വിഷയത്തിൽ സമൂഹത്തെ പങ്കാളിയാക്കാൻ അഡോപ്റ്റ് എ ഗ്രാൻഡ് പേരന്റ് പോലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് സഹായകരമാകും. വിദേശത്ത് പോകാത്ത വിദ്യാർത്ഥികളെയോ യുവ വോളണ്ടിയർമാരെയോ പ്രായമായവരുമായി ബന്ധിപ്പിക്കുന്നത് അവർക്ക് സംസാരിക്കാനും ചെറിയ സഹായങ്ങൾ നൽകാനും ഒക്കെ ഉപകരിക്കും. അവസാനമായി, മക്കളുടെ പ്രതിബദ്ധത ഈ വിഷയത്തിൽ നിർണായകമാണ്. വീട്ടിൽ ഉള്ള മാതാപിതാക്കളോട് ഗുണനിലവാരമുള്ള സമയം, ക്വാളിറ്റി ടൈം അത് നൽകുന്നതിനെക്കുറിച്ച് അവർക്ക് അവബോധം നൽകുകയും ചുരുങ്ങിയ ദിവസത്തേക്കാണെങ്കിൽ പോലും വർഷത്തിൽ ഒരിക്കലെങ്കിലും നാട്ടിലെത്തി അവരോടൊപ്പം പൂർണ്ണമായി സമയം ചെലവഴിക്കാനും ഒക്കെ പ്രോത്സാഹിപ്പിക്കണം. കേരളത്തിൻ്റെ മണ്ണിൽ അനാഥമാകുന്ന ഭവനങ്ങളിലെ താമസം പലപ്പോഴും മാതാപിതാക്കൾക്കൊരു തടവറ പോലെയാണ്. സാമ്പത്തിക ഭദ്രതയുണ്ടെങ്കിലും സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം അവരെ വലയ്ക്കുന്നുണ്ട്. ഈ അവസ്ഥ തുടർന്നാൽ കേരളം അടുത്ത ദശകത്തിൽ ഒരു മാനസികാരോഗ്യ പ്രതിസന്ധി നേരിടേണ്ടി വരും. പ്രായമായവരുടെ ഏകാന്തത തിരിച്ചറിഞ്ഞ് അവർക്ക് സാമൂഹികവും മാനസികവുമായ പിന്തുണ ഉറപ്പാക്കുക എന്നത് പുതിയ കേരള സമൂഹം ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്.